ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഹൈദരാബാദ് ബിരിയാണിയെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടിലെല്ലാവരും പറയും ഹൈദരാബാദ് ബിരിയാണി സൂപ്പറാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ വന്നപ്പം നമുക്ക് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ തനതായ രുചി ഇവരുടെ കയ്യിൽ നിന്ന് കഴിക്കുമ്പോഴത്തേന് നമുക്കറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതെന്താണെന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലായ പാരഡൈസിൽ ഞങ്ങൾ കയറി ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ചിക്കൻ ബിരിയാണി എൻ്റെ സുഹൃത്തുക്കൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, പിന്നെ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ മട്ടൻ ബിരിയാണിയാണ് എടുത്തത് കേട്ടോ. കാരണം മട്ടൺ ആകുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ചിക്കന് ടേസ്റ്റ് ഇല്ലെന്നല്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കണ്ട് നമ്മളെപ്പോഴും ചിക്കൻ കഴിക്കുന്നുണ്ട്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കണ്ട് മട്ടൺ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള സലാഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഞങ്ങൾ ഇവിടുത്തെ ടാക്സി ഡ്രൈവറായ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചത്. രാംദേവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കൊണ്ട് പരിചയപ്പെടുത്തി തന്നതും ഒക്കെ. അപ്പോൾ ചാർമിനാറും ഒക്കെ കൊണ്ട് കാണിച്ചതും ഒക്കെ അദ്ദേഹത്തിന്റെ കാറിലാണ്. അങ്ങനെ അദ്ദേഹവുമായിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തെ പ്രതി ഞങ്ങൾ അദ്ദേഹത്തിന് ഫുഡ് വാങ്ങിക്കൊടുത്തു. അപ്പം ഞങ്ങൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ ഒരു ഇത്രയും ഞങ്ങളുടെ കൂടെ നിന്ന് ആ ഒരു സ്നേഹവും അടുപ്പവും കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ബിരിയാണിയൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ആദ്യം മട്ടന്റെ പീസ് ഒന്ന് പോയിക്കോട്ടെ. അല്ല, ഇനി റൈസ് ഒന്ന് നോക്കാം. ఉండమను నేనేమంటా తొక్కుడు ఎక్కడ బిజీ కూడా ఉండమను నేను తింటే చెమ్మటే పడతా అంతే. అట్లా സൂപ്പറാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ റൈസ് എന്ന് പറയുന്നത് വലിപ്പമുള്ള, നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചെറിയ റൈസാണ്, ഇത് വലിപ്പമുള്ള റൈസാണ്. ఆలోచన ఎట్లా ఇదినా ఇది ఎవరు ഞാൻ ആ സലാഡും കൂടെ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇതിന്റെയൊക്കെ പച്ചപ്പൂടൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ. നല്ലതാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വലിയ റൈസാണ്. അതുപോലെ മട്ടൺ ആണെങ്കിലും നല്ലതാണ്. ചിക്കൻ ആണെങ്കിലും നമ്മുടെ സുഹൃത്തൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. ഇവിടുത്തെ പാരഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അപ്പം ഹൈദരാബാദ് ബിരിയാണി ഇവിടുത്തെ നല്ല ഹോട്ടലാണെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചത് കേട്ടോ. കാരണം ഇദ്ദേഹം ഇവിടുത്തെ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പൊ ഇവിടുത്തെ എല്ലാ കടകളും അറിയാം. അപ്പൊ അദ്ദേഹം ഞങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പരിചയപ്പെടുത്തി തന്നാണ്. അപ്പം അദ്ദേഹത്തിന് ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഫുഡ് വാങ്ങിക്കൊടുത്തു. അപ്പം ഇനിയും വരുമ്പോൾ അദ്ദേഹം നമ്പറൊക്കെ തന്നിട്ടുണ്ട്, അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ സുഹൃത്ത്. അദ്ദേഹമാണ് നമ്മുടെ കൂടെ വന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തത്. ഓക്കെ.